ഗൈസ് ബാക്ക് ടു ആർസ്റ്റോം എഫ് ഗൈസ് നമ്മൾ ചെയ്യാൻ പോണത് നോ മെഡിക്കറ്റ് ചാലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. നോ മെഡിക്കറ്റ് ചാലഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ BR കളിച്ച് ഉറപ്പായിട്ട് ചാവും. എനിക്കറിയാം. നമുക്ക് മർസൂമ ആ സാധനം ഉപയോഗിക്കാം. പിന്നെ വേറെ മെഡിക്കറ്റ് മറ്റേ സാധനം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. വേറെ ഒരു സാധനം ഉപയോഗിക്കാൻ പാടില്ല. വേറെ ഇതൊന്നുമില്ല. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അറിയില്ല എന്ത് നടക്കും, എനിക്കറിയില്ല കേട്ടോ. നമുക്ക് നോക്കാം. ഇതിലേതാ സ്കിന്നാണ് സൂപ്പർ സ്കിന്നൊന്നേ എനിക്കാരും അറിയണമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല സ്കിൻ ഏതാ, നല്ല സ്കിന്ന് ഏതാ അറിയില്ല. ഇനി ഞാൻ വിചാരിക്കുന്നത് MP5 എടുക്കണോ അല്ലെങ്കിൽ AC8 എടുക്കണോ, ഇങ്ങനെ വിചാരിക്കണം. അപ്പോൾ ഈ സ്റ്റാർട്ട് ആയിട്ടാണ് കേട്ടോ. നമുക്ക് സ്റ്റാർട്ടായി BR സ്റ്റാർട്ടായിട്ടുണ്ട്. BR സ്റ്റാർട്ട് നമ്മൾ എലേക്ക് ഹീറോക്കാണ് കേട്ടോ. ഹീറോക്കാണ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര എടുക്കാൻ പറ്റും, എത്ര മുറി അടിക്കാൻ പറ്റും. മാക്സിമം നമുക്ക് മെഡിക്കറ്റ് എടുക്കാൻ പാടില്ല. മെഡിക്കറ്റ് എടുക്കാം, എന്നാൽ അത് ഉപയോഗിക്കാൻ പാടില്ല. അത്രയേ ഉള്ളൂ. ഇവിടെ കുറേ സാൻഡിനെ കട്ടുകളുണ്ട് കേട്ടോ. സാൻഡിനെ കട്ടുണ്ടായിരുന്നു. നോക്കാം കേട്ടോ. ഞാൻ നിങ്ങളോട് അതെ എന്നാൽ M1S നിങ്ങൾ കുറച്ച് M1S വെച്ച് നമുക്ക് നോക്കാം കേട്ടോ. ആയി ജയിക്കും കണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ തന്നെ ഫസ്റ്റ് വെച്ചാവോ, അങ്ങനൊരു കാര്യം കൂടി ഉണ്ട്. ചെറിയ പ്രശ്നം കൂടി ഉണ്ട്. അങ്ങനെ ജയിക്കും കണ്ടു തന്നെ അറിയും. നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ എവിടെയും ചാടാൻ വിചാരിക്കണം. ഇപ്പം ഈ മൂലൊക്കെ വരുമ്പോൾ ചാടാം. ലൂട്ടെല്ലാം പെറുക്കി ചാടാം. ഇസ് ദ ബെസ്റ്റ്. അല്ലത് അവിടെ ഇറങ്ങും. അവിടെ സ്കോഡാണ്. ഇവന്മാർ സ്കോഡ് വന്നു കേട്ടോ. ഒറ്റ തന്നെ 2 പേരില്ല, 1 2 പേര് എനിക്ക് അടിച്ചാടും. മറ്റുള്ള ഉറപ്പായിട്ട് ചാവും വേറെ കാര്യം. 3 പേരുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടില്ല. 3 പേരുണ്ട്. നമുക്ക് 3 പേരും അടിക്കാൻ പറ്റില്ല. എൻ്റെ അടുത്തൊരു വേറൊരു കുട്ടി ഇറങ്ങുന്നുണ്ട്. എന്താ കയ്യിൽ നിൽക്കുന്നു. ഇവിടെ കാറുണ്ടാവും. കാറുണ്ട്. പെട്ടെന്ന് കുറച്ച് ലൂട്ട് വർക്കിയിട്ട് നേരെ സാധനം വിട്ടേക്കാം. നിൽക്കണ വേറെ വേണ്ട. അതാണ് നല്ലത്. പെട്ടെന്ന് ലൂട്ടെല്ലാം പെറുക്കിയിട്ട് പെട്ടെന്ന് പോവാം. പെട്ടെന്ന് ലൂട്ട് വർക്കാം. ഫൈറ്റൊന്നും എടുക്കണം നോക്കണ്ട. ഫൈറ്റ് എടുക്കുന്ന ഉറപ്പായിട്ട് ചാകാൻ സാധ്യതയോള്. എവിടെ ഒരു എനിമിയും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുത്തൻ ഈ സമയത്ത് ബങ്കർ ഓർന്നിട്ടുണ്ട് കേട്ടോ. കയറി അടിക്കണ്ട, നമ്മളൊന്നും നിൽക്ക്. ഇവിടെ ഇങ്ങനെ നിൽക്കാം. എന്നിട്ട് അവൻ ഏത് വഴി പുറത്തേക്ക് ഇറങ്ങും. സമയം നമ്മൾ നല്ല ഡാമേജ് കൊടുത്തേ. പുറത്തോട്ട് ഡാമേജ് കൊടുക്കും. അവനെ കൊന്നു കേട്ടോ. ഇത്ര നേരിച്ചില്ല കേട്ടോ. ഇത്ര ഒന്നും കൊല്ലാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചില്ല കേട്ടോ. സിമ്പിളായിട്ട് കൊല്ലാൻ പറ്റി. എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് കൊല്ലാൻ പറ്റിയത്. പെട്ടെന്ന് മാറ്റി ഇത് കണ്ടിട്ട് പെട്ടെന്ന് പേടിച്ചാട്ടോ. അവൻ്റെ വെസ്റ്റ് കണ്ടിട്ട് ഗൈസ് ഉപയോഗിക്കാൻ പാടില്ലല്ലോ. സോറി ഞാൻ മറന്നുപോയി. സോറി. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. ഇത് ഉപയോഗിക്കാം. ഇത് കൂടില്ലല്ലോ. ഇപ്പം ഞാൻ ഇത് ആക്കിയ കാരണം കൂടില്ലല്ലോ. സോറി, അത് ഞാൻ മറന്നുപോയി കേട്ടോ. സോറി അതിനൊന്ന് പറയില്ല. സോറി കേട്ടോ. ഗൈസ് നമ്മളിവിടെ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് നമ്മൾ മെഡിക്കറ്റ് ഉണ്ട്. മെഡിക്കറ്റ് 3 മെഡിക്കറ്റ്, 2 സൂപ്പർ മെഡിക്കറ്റ് ഉണ്ട്. പിന്നെ ഇതുണ്ട്. പിന്നെ ഇത് പോകുന്നുണ്ട്. നമ്മളവിടെ കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എനിമീസിനെ കണ്ട് അടിക്കാം കേട്ടോ. ഇനി അടിക്കാൻ നോക്കാം. നമുക്ക് മോൺസ്റ്റർ ട്രക്കിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് സ്വന്തം തൊട്ട് പിടിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്കത് ആശയം കാണും. അയ്യോ, നമ്മളത് ഇറക്കാൻ പാടില്ലല്ലോ. ലാസ്റ്റ് സോൺ തൊട്ട് പിടിച്ച് നിന്നാൽ മോൺസ്റ്റർ ട്രക്കല്ല ഇതാണ്. നമുക്ക് നോക്കാം കേട്ടോ. നമ്മളെ കൂടുതൽ ഫൈറ്റ് എടുത്താൽ നമ്മൾ ഉറപ്പായിട്ട് ചാകാൻ സാധ്യതയുണ്ട്. അതാണ് ഈ മെല്ലെ നിൽക്കണത്. ഫൈറ്റ് എടുത്ത് ഉറപ്പായിട്ട് ചാകാൻ വെച്ചിട്ട് 2 മോൺസ്റ്റർ ട്രക്ക് കിട്ടി. പിന്നെ UMP വേണമെന്ന്. ഞാൻ UMP മറ്റേ പുതിയ സ്കിന്നല്ല മറ്റേ സ്കിന്ന് നമ്മളെ അവിടെ ഒരു അടി നടക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് അങ്ങോട്ട് പോയിട്ട് വരാം. നല്ലൊരു അടി ഉണ്ട്. അവന്മാർ 2 ടീംസാണോ? നൈസായിട്ട് കില്ല് പോകുമ്പോൾ കേട്ടോ. നമ്മൾ നൈസ് കില്ല് പോകുന്നുണ്ട്.
ഓ 2 3 ഒന്നിച്ചിട്ട് കേട്ടോ. അതുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടു. അവന്മാർ രണ്ട് നല്ല മുട്ട ഫൈറ്റായിരുന്നു. ഒന്നും നോക്കില്ല, ചെറിയ ഡാമേജ് കൊടുത്ത് അപ്പം തന്നെ അവന്മാർ ചത്ത്. മുട്ട ഫൈറ്റായിരുന്നു കേട്ടോ. അവർ രണ്ടുപേരും മുട്ട ഫൈറ്റായിരുന്നു തോന്നാൻ. മെഡിക്കറ്റിലും കളയും കേട്ടോ. അത് നിങ്ങൾ അത് പറയണ്ട. മെഡിക്കറ്റ് നിങ്ങളെ മുമ്പത്തിന് കളയാതല്ല. 5 മെഡിക്കറ്റ് കളഞ്ഞ് പിന്നെ വേറെ ഒന്നുമില്ല. നമുക്ക് ഇതെല്ലാം ഉപയോഗിക്കാം കേട്ടോ. അത് ഉപയോഗിക്കാൻ പറ്റില്ല, ശരിയല്ലേ? അത് ഉപയോഗിച്ച് ഇത് കൂട്ടട്ടെ. കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചത്തു. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കേക്കറ്റ് ഇടാതെ മറന്നു വന്നു. കേക്കറ്റ് ഇടാൻ മറന്നേ. അയ്യോ 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 ഏതോടി കൊടുത്താണ് അടിച്ചതാണ്. നമുക്കാണെങ്കിൽ മെഡിക്കറ്റ് അടിക്കാൻ പറ്റില്ല. ബാക്ക് വലി മെഡിക്കറ്റ് അടിക്കാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം കൂടി ഉണ്ട്. എന്തൊരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് വലിന് നമ്മൾ ഫൈറ്റ് എടുക്കണമല്ലോ കേട്ടോ. നമ്മൾ കാറ്റർ സ്കില്ലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. കാറ്റർ സ്കില്ലെല്ലാം ഉപയോഗിക്കാം. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് സാധനങ്ങൾ കേട്ടോ പെട്ടെന്ന് വിടാം. ഇവണ്ണിങ്ങനെ മേലോട്ട് പോവാം. മേലെ പോയിട്ട് താമത്തെ ഇവിടെ ഉണ്ടല്ലോ, അവിടെ നിൽക്കാം. എന്തായാലും നല്ല അടിയാണ് അടിച്ചത്. അയ്യോ ഗൈസ്, ഇവിടെ ഇനിയുണ്ട് ഗൈസ്. അപ്പോൾ അവന്മാർ എന്നെ സ്പോട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അവന്മാർ എൻ്റെ എല്ലാം ഇപ്പം എൻ്റെ കയറും. അവന്മാർ സ്കോഡാണെങ്കിൽ ഞാൻ തീർന്നു. അവിടെ മുമ്പിലൊരു എനിമി ഉണ്ട് കേട്ടോ. ഒരു എനിമിയെ കണ്ടിട്ടുണ്ട്. അവൻ എന്നെ കണ്ടിട്ട് അറിയില്ല കേട്ടോ. എന്നെ കണ്ടിട്ടുണ്ടോ? അവൻ ഒളിച്ചിരിക്കുക. എന്നെ കണ്ടോ? ഇല്ല തോന്നാം കേട്ടോ. നമുക്ക് ടീമപ്പാക്കി അടിക്കാനാണ് വിചാരിച്ചത്. ഇത് കാണുന്നില്ല കേട്ടോ കാര്യം. വണ്ടി എടുത്തിട്ട് എവിടെയും നല്ല സ്ഥലം നോക്കി ക്യാമ്പ് അടിക്കാം. മെഡിക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യമാണ്. മെഡിക്കറ്റ് വേണ്ടേ, ഇല്ലെങ്കിൽ നമ്മൾ ക്യാമ്പ് അടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ ഒരു സാധനം ഇടാം. അത് എടുത്തിട്ട് പോവാം. സാധനം എടുക്കാം. ആരും കാണുന്നില്ലല്ലോ. അയ്യോ കേസ് ഇപ്പം നമ്മൾ ചത്തേ കേട്ടോ. കേസ് ഞാൻ മേലോട്ട് കയറിപ്പോട്ടെ. വരട്ടെ. നമുക്ക് മെഡിക്കറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം, ഇല്ലെങ്കിൽ കയറി ഫൈറ്റ് ചെയ്യായിരുന്നു എനിക്ക്. മെഡിക്കറ്റ് ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അയ്യോ, അവനെ കയറി വരാൻ ഞാൻ തീർന്നു കേട്ടോ. കേസ് നമുക്ക് യുവൻ പേട്ടു കേട്ടോ. നല്ല ബെസ്റ്റ് ആയ സാധനമാണ്. പേട്ട് കാരണം കുഴപ്പമില്ല. കത്തിയെടുപ്പിട്ട് കൈ പിടിച്ചിട്ട് കയറാൻ അടിച്ച് അവനി അവിടെ നിന്ന് അടിക്കുമോ? ഒരു മോൺസ്റ്ററൊക്കെ ഉണ്ട്. നമ്മൾ അടിക്കുന്നില്ല കേട്ടോ. അവൻ്റെ 2 പേരുണ്ട് തോന്നുന്നു അവിടെ. പറഞ്ഞാൽ മോൺസ്റ്ററൊക്കെ അടിക്കുന്നില്ല. മോൺസ്റ്ററൊക്കെ അടിച്ചാൽ തീറാൻ സാധ്യതയുണ്ട്. നമ്മൾ തീറാൻ സാധ്യതയുണ്ട്. പറഞ്ഞാൽ അടിക്കുന്നില്ല. സോണും വരാൻ തുടങ്ങി. മോൺസ്റ്ററൊക്കെ അങ്ങ് ഓടി നിർത്തിയിട്ടുമുണ്ട്. കയറാം കേട്ടോ. സോൺ കയറാൻ നോക്കാം കേട്ടോ. എൻ്റെ അടുത്ത് എനിമിയുണ്ട്. ഞാൻ തീർന്നു കേട്ടോ. തൊട്ടടുത്ത് തന്നെ എനിമിയുണ്ട്. നമുക്ക് പെട്ടെന്ന് ഓടാം. ആരും കാണില്ല. നമുക്ക് നോക്കാം കേട്ടോ. കുറച്ചും കഴിഞ്ഞിട്ട് കൂടി നമ്മുടെ അടുത്തേക്ക് എനിമി ഉണ്ടോ കേട്ടോ. ഇത് കൈ പിടിക്കാം. എന്നിട്ട് മേലോട്ട് കയറാൻ പറ്റുന്നുണ്ട്. സെറ്റപ്പ് ഉണ്ടോ? മേലോട്ട് കയറി നമുക്ക് അടി കിട്ടാൻ സാധ്യതയുണ്ട്. ഇതൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സൈലൻസർ ഉണ്ടാവും അതിൽ. സൈലൻസർ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ പേടിക്കണേ? ആ ഡ്രോൺ പൊട്ടിച്ചോളട്ടെ. ഇല്ലെങ്കിൽ നമ്മളും ചാവും. ഡ്രോൺ പൊട്ടിച്ചോളിച്ചിട്ടുണ്ട്. സൈലൻസർ ഉണ്ടെന്ന് കാരണം മാത്രമാണ് ഡ്രോൺ പൊട്ടിച്ചത്. സൈലൻസർ ഡ്രോൺ പൊട്ടിക്കുന്നില്ല. നമുക്ക് കാണിച്ചാൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല.
പെട്ടെന്ന് അത് ഓണാവാൻ കൊള്ളായിരുന്നു നമുക്ക്. പെട്ടെന്ന് വരുമോ? നമ്മൾ ചാവാൻ സാധ്യതയുണ്ട് കേട്ടോ. സോൺ ഔട്ട് ആയി ചാവും ഞാൻ ചിലപ്പോൾ. ഇത്തിരി കൂടെ സാധ്യതയുണ്ട് കേട്ടോ സോൺ ഔട്ട് ആവാൻ. ഓ, സോൺ ഔട്ട് ആയില്ല. വീട്ടിൽ കയറി ക്യാമ്പ് അടിക്കാം. ഇതാവട്ടെ, ഇതൊന്നാവട്ടെ, എന്നിട്ട് നമുക്ക് ഇതാവാം. അവിടെ എനിമീസ് ഉണ്ട് കേട്ടോ, നമുക്ക് ഇവിടെ കയറി വിളിക്കാം. ഇവിടെ ഒന്ന് ഹീലടിക്കാൻ ഇനി ഒന്ന് നിൽക്കാം. ഹീലടിക്കാൻ നിൽക്കാം ഇവിടെ, അതാണ് നല്ലത്. ഹീലടിച്ച് ഉറപ്പെടുത്താം നമ്മൾ. ഇപ്പോൾ തന്നെ സോൺ വീണ്ടും വരാൻ തുടങ്ങി. നമുക്ക് അടിക്കാൻ പറ്റിയ ആരും ഉണ്ടെങ്കിൽ അടിക്കാൻ വെച്ചിങ്ങനെ നിൽക്കണം. സോൺ വന്നു കേട്ടോ. സോണിൽ ഒരു സെക്കൻഡ് വരുന്നൊക്കെ പാടില്ല. യെസ്, നമ്മൾ ചത്ത് കേട്ടോ. നമ്മൾ എത്ര 8 ദിവസം അത്രേ പിടിച്ച നമ്മൾ അത്യാവശ്യം കളിച്ച് വന്നു. പക്ഷേ എന്നാലും ഞാൻ കൊല്ലായിരുന്നു. പെട്ടെന്ന് കൊല്ലാൻ പറ്റില്ല. അടിക്കണ്ടായിരുന്നു കേട്ടോ അവനെ. ഗ്ലൂട്ട് നിൽക്കായിരുന്നു. അപ്പോൾ ഗേസ്, അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം, വലിയ കാര്യമൊന്നുമില്ല. ചത്ത് വേറെയല്ലോ. ഞാൻ മെഡിക്കൽ ചാലഞ്ച് ഞാൻ പോയി അടിക്കാൻ വിചാരിച്ചാണ്. 10 ദിവസങ്ങളിലും 40 നമ്മൾ 3 ഇല്ലെല്ലാം എടുത്ത് മാസമെല്ലാം കാണിച്ചു കേട്ടോ. ആ വയസ്സ് എല്ലാവർക്കും ബൈ.